ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രിക് ആൻഡ് പ്ലംബർ ടിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എക്സ്റ്റൻഷൻ ലീഡ് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ്. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് 8MD ഗെയിം ബോക്സ് ഒരെണ്ണം, 3 പിന്ന് സോക്കറ്റ് 3 2 പിന്ന് 1, പിന്നെ ഒരു 1 വേ സ്വിച്ച്, പിന്നെ 2 കോർ കേബിൾ ഒരെണ്ണം. 3 കോർ കേബിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എർത്തുംപാടെ ചെയ്യാം. നമ്മൾ 2 കോർ കേബിളാണ് എടുത്തിട്ടുള്ളത്. അതിന് കാണുന്ന ബ്ലാക്ക്, റെഡ് എന്നിവ ന്യൂട്രൽ, ലൈറ്റ് വേസ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നിങ്ങൾ കണ്ടില്ല, 3 ലെഗാണ് ഒരു പ്ലഗിന് വരുന്നത്. അതിന് 1 എർത്ത്, ന്യൂട്രൽ, ലൈറ്റ് വേസ്, അങ്ങനെയാണ്. ആ 2 പിന്ന് നിലക്ക് അവിടെ എർത്ത് ഉണ്ടാവില്ല, അങ്ങനെ ന്യൂട്രൽ, ലൈറ്റ് വേസും എല്ലാം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്ന് കാണുന്നിടത്ത് ന്യൂട്രും, എല്ല് എന്ന് കാണുന്നിടത്ത് ലൈറ്റ് വേസും എന്നുള്ളതാണ് നമ്മൾ ഷോർട്ടായി കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ലൈറ്റ് വേസ് എന്നുള്ളതിലാണ് വയറ് സെറ്റാക്കുന്നത്. അതിന്മേൽ നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കൊണ്ടുപോവുക ചെയ്യാം. അതിന്മേൽ നമ്മൾ മറ്റേ ലെഗൊക്കെ ഷോർട്ടാക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുക ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കഷ്ണങ്ങളായിട്ട് 1 mm വയറിൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ട് നിശാസം കളഞ്ഞിട്ട് അതിന്മേൽ ഓരോന്നിനെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലിന്ന് എല്ല് നിലത്തേക്ക് കൊടുക്കുക, മാറാൻ പാടില്ല, അത് ശ്രദ്ധിക്കുക. അതിന് നമുക്ക് സ്ക്രൂവെല്ലാം ടൈറ്റായി കൊടുക്കണം. അതിന് ലൂസ് കണക്ഷൻ ഉണ്ടായിട്ട് അതിൻ്റെ ലെഗ് കത്തിപ്പോവും. അത് നമ്മളങ്ങനെ അതിനൊക്കെ ഓരോന്നോരോന്നോ സെറ്റാക്കിയിട്ട് പിന്നെ മറ്റത് ഇതേമാതിരി തന്നെ ഓരോന്നൊക്കെ നമ്മൾ നിലതിനൊക്കെ സെറ്റായി കൊടുക്കണം. അപ്പോൾ അതങ്ങനെ സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ന്യൂട്രൽ നിലയിലേക്ക് ഓരോ വയർ ഇതേമാതിരിക്ക് ഫേസ് കൊടുത്ത മാതിരി തന്നെ മറ്റു ലെഗുമ്മക്ക് സെറ്റായി കൊടുക്കണം. നല്ല ടൈറ്റായി കൊടുക്കണ്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ടൈറ്റില്ലാതെ വന്നു കഴിഞ്ഞാൽ ലൂസ് കണക്ഷനായിട്ട് കത്തിപ്പോവും, അത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഉപകരിക്കുന്ന ചെറിയൊരു വീഡിയോ ആണ്. അത് നിങ്ങൾക്ക് വീട്ടിലൊക്കെ ചെറിയ ആവശ്യത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു നിർമ്മിത ഇതാണ്. നിങ്ങൾക്ക് പൈസ കൊടുത്ത് വാങ്ങേണ്ട അതിലേറെ നമുക്ക് സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാതെ ചില വയറിങ്ങനെ കൊണ്ടുവന്ന ചെറിയ ബാലൻസ് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ലാസ്റ്റ് വയർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അവിടെ നിന്ന് വരുന്ന ലൈറ്റ് വേസ് സ്വിച്ചിൽ കൊടുക്കണം. സ്വിച്ചിൻ്റെ മറ്റു ലെഗിൽ കൊടുത്തിട്ട് ഓൺ ആക്കുമ്പോൾ ആ നീല മറ്റേക്ക് അങ്ങനെ പാസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ കാണില്ലേ. നീല വയർ മൊത്തത്തിൽ അതിൻ്റെ എല്ല് നിലത്തേക്ക് അങ്ങനെ കറണ്ട് പാസ് ചെയ്യാം. അതിൻ്റെ ബ്ലാക്ക് വയർ നമ്മൾ എന്നുള്ളതിൽ, അതായത് ന്യൂട്രൽ അതിന്മേൽ കൂട്ടി പിരിച്ചിട്ട് ഈ 2 പിന്നിൻ്റെ ലെഗ് അതിനകത്ത് കൊടുക്കുക. അത് ഡയറക്റ്റായിട്ട് അങ്ങനെ ചെയ്യും. മറ്റു സ്വിച്ച് ഇടുമ്പോൾ അങ്ങോട്ട് കറണ്ട് എല്ലാം അങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ അതിനകത്ത് കൊടുക്കുകയാണ്. 2 പിന്നിൻ്റെ സ്ക്രൂ അയച്ചിട്ട് അതിനകത്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ പവറുകളൊന്നും ഉപയോഗിക്കരുത്. പവറുകൾക്കൊന്നും നല്ല ഇതില്ല. ചെറിയ ആവശ്യങ്ങൾക്ക് നമ്മൾ ലൈറ്റ് കത്തിക്കുക, അതേമാതിരിക്ക് ചെറിയ ഡ്രില്ല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വർക്ക് ചെയ്യിക്കാനാണ് ഇതാവുള്ളൂ. വലിയ പവറുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫ്ലഗ് ഉരുകണ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അത് അതിനനുസരിച്ചുള്ള ആംബിയർ കൊടുക്കണം. 16 ആംബിയർ ആണല്ലോ കൊടുക്കേണ്ടത്. നമ്മൾ 6 ആംബിയർ സോക്കറ്റാണ് നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ളത്. അതിന്മേൽ നമ്മൾ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ ഇതാക്കുക, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. നെല്ലിമേ ന്യൂട്രും, നെല്ലിമേ ലൈറ്റ് വേസും എന്നുള്ളതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. അതുപോലെ നമ്മൾ പിന്നുമേ 3 പിന്ന് നമ്മൾ എന്നുള്ളത് അതിന് അതേമാതിരി എല്ല് എന്നുള്ളത് എല്ല് ആ ചുവപ്പ്, അതായത് കറുപ്പ് വയർ അങ്ങനെ മാറാതെ തന്നെ കൊടുക്കണം. അപ്പോൾ അത് ഓർഡർ പ്രകാരമായിട്ട് കറണ്ട് സപ്ലൈ ചെയ്യുള്ളൂ. അപ്പോൾ ഈ 3 പിന്ന് നമ്മൾ കണ്ടില്ലേ, ഒരു ലെഗ് ഫസ്റ്റിലെ ഇറത്ത് വലുതായിട്ട് കാണില്ലേ, അതെന്തിനാണ്? ഫസ്റ്റ് ഇറത്താണ് നമ്മൾ ഫ്ലഗ് കുത്തുമ്പോൾ അതിലേക്ക് ചെയ്യേണ്ടത്. അതിനാണ് നമ്മളത് കുറച്ച് നീളം കൂട്ടിയിട്ട് കമ്പനി ഇറക്കുന്നത്. അതിനെപ്പറ്റി പല ആൾക്കാരും അഭിപ്രായം ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഫസ്റ്റിൽ എർത്താണ് നമ്മൾ ഇതിലേക്ക്
പ്ലഗ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്പറിൻ്റേത്, അതേമാതിരിക്ക് മറ്റു 2 പ്ലഗും 2 പിന്നും അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. നമുക്ക് ബോർഡൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ബോർഡിന് 4 സ്ക്രൂവാണുള്ളത്. ആ 4 ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്യാം. അത് നമ്മൾ ടൈറ്റ് ചെയ്തിട്ട് അതിന് ചെറിയൊരു ക്ലിപ്പ് വരുന്നുണ്ട്, അതിൻ്റെ മുകളിൽ ടോപ്പ് വരുന്നുണ്ട്. ആ ടോപ്പും കൂടി നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മൾ വൃത്തിയിട്ടും അതിന് വേണ്ടിയിട്ടാണ്. അത് ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതൊരു വൃത്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ക്രൂവൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ടോപ്പ് അതിൻ്റെ മുകളിൽ നിന്ന് ഇട്ട് കൊടുത്താൽ ഒന്നുകൂടി കാണാൻ വൃത്തിയാണ്. അതിന് വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യണേ. അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു, ഒക്കെ കറക്റ്റായി. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ബോർഡ് ഉണ്ടെങ്കിൽ വീട്ടിൽ ഒരുപാട് ആവശ്യങ്ങൾ നടത്താം. കാരണം ഈ ടേബിൾ ഫാന്, അതേമാതിരി പ്ലഗ് ഇല്ലാത്തവർക്ക് പ്ലഗ് ചെയ്യാൻ, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വളരെ സൗകര്യപ്പെടുന്നൊരു ഇതാണത്. നമ്മൾ വയറെത്ര നീളം കൂട്ടണം അത്രയും നമുക്ക് ഉപകാരപ്പെടും. നമ്മളൊരു 10 മീറ്ററോളം വയർ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. അതൊന്ന് പ്ലഗ് ചെയ്തിട്ട് സ്വിച്ച് ഓണാക്കി ഇതിൻ്റെ സ്വിച്ചും ഒന്ന് ഓൺ ചെയ്തിട്ട് നമുക്ക് ടെസ്റ്റർ വെച്ചിട്ട്, അപ്പോൾ ഫേസിൽ നമുക്ക് ടെസ്റ്റർ വെച്ചാൽ കത്തും, മറ്റേതിൽ ന്യൂട്രൽ, അപ്പോൾ അതിൽ കത്തില്ല. എല്ലാത്തിലും വർക്കുണ്ട്. അപ്പോൾ കറണ്ടൊക്കെ ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ.